ഗായ്സ്, അപ്പം ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത ഒരു ലേസി സൺഡേ ആണ്. അപ്പം ഇന്നിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞു, കുറച്ച് ബിരിയാണീൻ്റെ റൈസ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂടി ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുകയും ഉണ്ടാക്കാനാ ഭയങ്കര മേനക്കെടല്ലേ ചിക്കൻ വാങ്ങിക്കൊണ്ട് തന്നെ എന്തുണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ മേടിച്ചുകൊണ്ട് വരണം, അത് ഉണ്ടാക്കണം, കുറേ ടൈം. പിന്നെ ഈ മഴയത്ത് ഭയങ്കര മടിയും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കളയണം. അപ്പം രാവിലെ തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോണേ, ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് അതൊന്ന് ഉണ്ടാക്കി വരാം, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കഴുകി വെച്ച അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണി റൈസാണ്, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരി ഇടുന്ന ഒന്നും കാണിക്കുന്നില്ല ഗൈസ്, തീ കൊണ്ടുള്ള പണിയല്ലേ, കൈ പൊള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ 3 മുട്ട ഉണ്ട്. 3 മുട്ട ഉപ്പും കുരുമുളകും ഇട്ട് നല്ല സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മൾ അരി വെന്തോ നമുക്ക് ഇനി അത് ഊറ്റാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മഞ്ഞപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല, ഉപ്പും വെള്ളവും ഒഴിച്ചാൽ മതി. പക്ഷേ ഞാൻ കളറിന് വേണ്ടി ഗൈസ് അമ്മ കൂട്ടി തരാണ് ഗൈസ്. ചിക്കൻ ഇറങ്ങാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുട്ട ചിക്കി എടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി, നല്ല ചീറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ അല്ല മുട്ട ഒഴിച്ച് ചിക്കൻ കഴിച്ചു. അപ്പം നമ്മൾ മുട്ടയൊക്കെ നന്നായി ചിക്കി ഇട്ടിട്ടുണ്ട്. ഇത്ര മതി, കുക്കാവൊന്നും വേണം, ഇത്ര മതി. വേവിച്ച ചിക്കനാണ്, അത് ഞാൻ പിച്ച് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയൊക്കെ മതിയാകും. കാരണം നമ്മൾ ചോറ് ഊറ്റിയ സമയത്ത് അത് പച്ചവെള്ളം ആക്കിയതുകൊണ്ട് തന്നെ അതിൽ എണ്ണയൊക്കെ പോയി. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഇട്ടെടുത്തു. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗൈസ്, എനിക്ക് ഹെൽപ്പറായിട്ട് പാറുണ്ട് ഇന്ന് ഇവിടെ. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ എത്രയാണോന്ന് വെച്ചാൽ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. പിന്നെ ഞാൻ കൊടുക്കുന്നത് കുറച്ച് സോയാ സോസ് ആണ്. അപ്പോൾ ഒത്തിരി സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം, മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും ഏകദേശം ഒരു കളർ ഉണ്ടാവാം. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഉപ്പേരി പോലെ അത്രയ്ക്ക് നമുക്ക് വേവേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് കുക്ക് ഒക്കെ മതിയാവും. പിന്നെ കുറച്ച് പഞ്ചസാര ഇടാൻ മതി. അതിന് കൂടി പകരമായിട്ടാണ് നമ്മൾ ഇട്ടത് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുള്ളത്. ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി ഇത് നന്നായിട്ട് തന്നെ ആവട്ടെ. നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട എടുക്കാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് പിന്നെ ഓൾറെഡി കുക്ക് ചെയ്ത സാധനം ആയതുകൊണ്ട് ഒരുപാട് മിക്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ എടുത്തിട്ടുണ്ട്, ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതിൽ അവർ വീഡിയോയിൽ കണ്ടത് അവർ പറഞ്ഞത് മിക്സിങ്ങിനാണ് എല്ലാം ഇരിക്കുന്നത് എന്നാണ്. അപ്പം നമുക്ക് എന്തായാലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ചോറ് ഇടാം. നമുക്ക് ഗൈസ്, അപ്പോൾ ലാസ്റ്റായിട്ട് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ടേസ്റ്റ് ഒക്കെ നോക്കാം ഗൈസ്. അമ്മ തിന്ന്
ഫ്രൈഡ് റൈസിനെ പറ്റി മുത്തുവിന് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ആവല്ലോ, ഇതുവരെ ഉള്ളത് വെച്ച് എന്താ പറയാനുള്ളത്? അല്ല ഗൈസ്, പറയൊക്കെ നല്ലതായി. മതി, പക്ഷെ അത് കോളനെ തിന്നു. ഒരു ഫ്രൈഡ് റൈസിനെ പറ്റി നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? നിങ്ങൾക്കൊന്നും ഒന്നും പറയാനില്ല ഗൈസ്. ജാനു വേലക്കാരി, അടിക്കൽ തുടയ്ക്കൽ നനയ്ക്കൽ എല്ലാത്തിനും സമീപിക്കുക. വേലക്കാരി ജാനു, ജാനു വേലക്കാരി.